ഹലോ, ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കേക്ക് ടിന്നോ ഓവനോ അതുപോലെ ബീറ്ററോ ഒന്നും വേണ്ട. പിന്നെ മുട്ടയൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് മൈദയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൈദ ചേർക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ, എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് കുറേശ്ശെയായി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പാല് ചേർക്കുമ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒന്നിച്ച് ഒഴിച്ച് മിക്സ് ചെയ്യരുത്. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഒഴിച്ചിട്ടാണ് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവട്ടോ നമ്മുടെ ബാറ്റർ ഇരിക്കുക. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്താൽ മതിയാകും. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ട്യൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ട്യൂട്ടി ഫ്രൂട്ടിയിലോട്ട് മൈദ ചേർത്ത് മിക്സ് ചെയ്യുന്നത് നമ്മളിത് കേക്ക് ബാറ്ററിലോട്ട് ചേർക്കുമ്പോൾ എല്ലായിടത്തുമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെ ആയിട്ടാവും നിൽക്കുക. അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഞാൻ ഇതുപോലുള്ള 4 സ്റ്റീൽ ഗ്ലാസ്സിലാണ്. അപ്പോൾ ഗ്ലാസ്സിൽ ആദ്യം ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് സ്പ്രെഡാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗ്ലാസ്സിൽ നിന്ന് വിട്ടുപോരും. എന്നിട്ട് ഗ്ലാസിൻ്റെ പകുതി ഭാഗത്തോളം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാന് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഗ്ലാസ് അതിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലാസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇതിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഈ പാനും ഈ അടപ്പും നല്ല പോലെ ചൂടാക്കിയിരിക്കണം കേട്ടോ. അതിനുശേഷം ഗ്ലാസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളത് അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് കുക്കായോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പപ്പടക്കോല് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അത് ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടാവും. പിന്നെ ഗ്ലാസ്സിലൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും. അപ്പോൾ നമ്മുടെ ഗ്ലാസ് നല്ല പോലെ തണുത്തതിന് ശേഷം വേണം കേട്ടോ കേക്ക് ഇതിൽ നിന്ന് എടുക്കാൻ. അപ്പോൾ ഇത് സൈഡിൽ ഇതുപോലെയൊക്കെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ കേക്ക് പെട്ടെന്ന് തന്നെ വിട്ടു പോന്നോളും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഉണ്ടാക്കുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം സമയം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അടിയിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കുത്തി നോക്കുക. കുക്കായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കിത് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടീ കേക്കാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ടീ കേക്ക് ഉണ്ടല്ലോ, അതിനേക്കാൾ ടേസ്റ്റാണ് ഈ കേക്കിന്. പിന്നെ നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കേക്കിന്. പിന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ല പഞ്ഞി പോലുള്ള കേക്കാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി കേക്ക് തന്നെയാണ് എന്ന്. കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഗ്ലാസ്സൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗ്ലാസ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബൗളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ കേക്ക്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.